അതിലെഴുതിയിരുന്നത് എന്റെ പിന്നാലെ ഒരാളുണ്ട്, എന്നെ കൊലപ്പെടുത്തുമെന്നാണ്. ആ കത്തുമായി ഞാൻ എന്റെ പ്രൊഫസർ ശങ്കരനാരായണൻ സാറിനെ കാണാൻ പോയി. ആ യാത്ര ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. എന്നെ ഒരാള് ഫോളോ ചെയ്യുന്നു എന്ന് എനിക്കൊരു സംശയം. ആ കത്തായിരിക്കും അയാളുടെ ലക്ഷ്യമെന്ന് എനിക്ക് തോന്നി. അത് ശരിയായിരുന്നു. അയാള് എന്റെ മുറിയിൽ കയറി അത് മോഷ്ടിച്ചു. ഞാൻ വളരെ വിദഗ്ധമായി ആ കത്ത് മാറ്റി എഴുതി വെച്ചു. അച്ഛൻ വലിയൊരു രഹസ്യം സൂക്ഷിക്കുന്നുണ്ടെന്നും ആ വിവരം കാണിച്ച് ദാസന്റെ കയ്യിലൊരു കത്ത് കൊടുത്തിട്ടുണ്ടെന്നും എനിക്കറിയായിരുന്നു. ആ കൊലപാതകം ഗൂഢാലോചന നടത്തിയ ആള് ദൂതനെ അയക്കുമെന്ന്. കൃത്യം അത് സംഭവിച്ചു. ആ കത്തിന്റെ വിലപേശൽ രാത്രിയിൽ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ നടന്നു. അവിടെ വെച്ച് ഗൂഢാലോചന നടത്തിയത് ഒരു സ്ത്രീയാണെന്ന് ഞാൻ കണ്ടെത്തി. അന്ന് രാത്രിയില ഞാനൊരു തട്ടുകടയുടെ മുമ്പിൽ വെച്ച് സാറിനെ കണ്ടത്. ആ വഴിക്ക് ഒരു അന്വേഷണം വേണം സാർ, ഞാനും കൂടാം. താൻ പറയുന്ന വഴിയെ ഞാൻ അന്വേഷിക്കണം അല്ലേ? നീ എന്റെ മേലിരിക്കുന്ന പോലീസ് ഓഫീസർ ആണല്ലോ. റാങ്ക് മാത്രം കിട്ടിയില്ല. ADGP, DGP, അത് ഹോം മിനിസ്റ്ററോ? ഞാൻ ആരാണെന്നല്ലേ സാർ? എന്റെ അച്ഛനാ കൊല ചെയ്യപ്പെട്ടത്. അതിന്റെ പേരില് എന്റെ അമ്മയാ ജയിലിൽ കിടക്കുന്നത്. അവരുടെ മകളാ ഞാൻ. ഈ കേസ് തെളിയിക്കാൻ ഭൂമി ഏതറ്റം വരെയും പോവും സർ. അത് പോലീസ് സ്റ്റേഷന്റെ പുറത്ത്. കേസ് അന്വേഷണം ചായയടിക്കലും ഉണ്ടമ്പരി ഉണ്ടാക്കലും അല്ല. ബുദ്ധി വേണം, ബുദ്ധി. എന്നിട്ടെന്താ ബുദ്ധിമാനായ സാറ് ഇതുവരെ പ്രതിയെ കണ്ടെത്താത്തത്? എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. എനിക്കത് മനസ്സിലായി. സാറിന് ഇഷ്ടമുള്ള ആരോ ആണ് കൊലപാതകത്തിന് പിന്നിൽ. സാറിന് എന്തെങ്കിലും രഹസ്യ അജണ്ട ഉണ്ടാവും. എന്താണ് നീ പറഞ്ഞത്? വായുടെ ഇനി ഈ സ്റ്റേഷന്റെ പടി കടന്നു പോകരുത്. ആ കോഫി ഹൗസ് അടച്ചോളണം, ഇല്ലെങ്കിൽ ഞാനത് പൊടിച്ചു മാറ്റും. എന്താ ഉണ്ടായത്? അജയ് സാറിന് ഇത്രയും ദേഷ്യം വരാനുള്ള കാരണം എനിക്കറിയില്ല. ഞാൻ എന്റെ അമ്മയെ രക്ഷിക്കാനുള്ള കാര്യമാണ് പറഞ്ഞത്. സ്വർണ്ണക്കരണ്ടിയിൽ ജനിച്ചവർക്ക് ഞാൻ പറയുന്നതൊന്നും മനസ്സിലാവില്ല. അച്ഛനെ കൊണ്ടുപോയി എന്റെ അമ്മയും കൂടി കൊണ്ടുപോയ അമ്മയെ രക്ഷിച്ചെടുക്കാനുള്ള ഓട്ടത്തിലാണ് ഞാൻ. എനിക്കറിയാം അജയ്, അവന്റെ ക്യാരക്ടർ ഒരുപാട് മാറി. അതിന്റെ കാരണവും എനിക്കറിയാം. പഠിക്കുമ്പോ അവനായിരുന്നു ഹീറോ. സുഹൃത്തുക്കളെ ഹെൽപ്പ് ചെയ്യാന്നുള്ള ചിന്ത മാത്രം. അവന്റെ ജീവിതം എനിക്ക് മനപ്പാടവാ. അവന്റെ ദുരന്തങ്ങൾ എന്റെയും ദുരന്തങ്ങളാ. അതൊക്കെ കൊണ്ടാണ്. സാരല്ല സാർ, എനിക്ക് എന്റെ അമ്മയെ രക്ഷിച്ചേ മതിയാവൂ. ഭൂമി, സുപ്രീം കോടതിയിലെ ഒരു അഭിഭാഷകൻ ഇന്ന് ഹൈക്കോടതിയിൽ ഏതോ കേസിന്റെ ആർഗ്യുമെന്റായി വരുന്നുണ്ട്. ഇവിടെ ഗസ്റ്റ് ഹൗസിലുണ്ടാവുന്നാണ് പറഞ്ഞത്. ഭൂമിയുടെ കേസിന്റെ കാര്യം ഞാൻ ജൂനിയേഴ്സ് വഴി അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ഒന്ന് പോയി കണ്ടാലോ? സർ, ഫീസൊക്കെ ചോദിക്കാം. അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ കൂടി അറിയാലോ. പോകാം. എന്നാ പിന്നെ ഞാൻ വിളിക്കാം.
നാശം. ഡേ, നീ എന്താടീ കാണിക്കുന്നേ? മര്യാദയ്ക്ക് മുറ്റടിക്കടി. അമ്മയ്ക്ക് അറിയില്ലേ ഈ വൃത്തികെട്ട പണി എനിക്ക് ഇഷ്ടമല്ലെന്ന്? ചെയ്യണ്ട. എന്തേലും പണിക്ക് പോയിക്കോ. വൈകുന്നേരത്തെ കൂലിയായിട്ട് വന്നാ മതി. ഞാൻ ഈ വീട്ടുജോലിയൊക്കെ ചെയ്തോളാം. എന്ത് ജോലിക്ക്? ആ, അടുത്തൊരു കശുവണ്ടി ഫാക്ടറി ഉണ്ട്, അവിടേക്ക് അല്ലേ. ഞാനോ? അല്ലെങ്കിൽ പിന്നെ തൊഴിലുറപ്പിന് പോ. വൃത്തികെട്ട പണി. ആ, നിനക്ക് പറ്റിയൊരു പണിയുണ്ട്. ഒരു വേക്കൻസിയാ, കളക്ടറേറ്റിലാ. ആ, അത് നോക്കാം. കളക്ടറാ. എന്താ, ഇഷ്ടപ്പെട്ടോ? ഇന്ന് ഈ മുറ്റം അടിച്ചു തീർന്നാ മാത്രം നിനക്ക് ആഹാരമുള്ളൂ. അമ്മേ, എനിക്കങ്ങനെ ജോലി എടുത്ത ശീലമല്ലെന്ന് അറിയില്ലേ? ഇങ്ങനെ ജീവിക്കാനൊക്കെ പഠിക്കണം. നിന്റെ അച്ഛനോ കുടുംബോ നിനക്കായിട്ട് ബാക്കിയൊന്നും വെച്ചിട്ടില്ല. മര്യാദയ്ക്ക് അരിച്ചു വരുതി. കൃഷ്ണ, എന്റെ ഈശ്വര, എനിക്കൊന്നും അറിഞ്ഞുകൂടെ എന്റെ ഭഗവാനെ. അമ്മേ, ക്ഷീണം കൂടുതലാണെങ്കിൽ ഡോക്ടറെ വിളിക്കാം. വിളിക്കട്ടെ? ഒന്നും വേണ്ട മോനെ, എന്റെ രോഗത്തിന്റെ മരുന്നൊക്കെ എനിക്കറിയാം. ഭവാനി, അഞ്ജനി അവര് പോയ എന്റെ ക്ഷീണമായ എനിക്ക്. അവര് മടങ്ങി വന്നാൽ ഞാൻ നേരെ ആകും മോനെ. അവർക്കിവിടെ സ്വാതന്ത്ര്യമില്ല, അവകാശമില്ല എന്നൊക്കെയല്ലേ പറയുന്നത്. അവര് പോയതിന്റെ കാരണം എനിക്ക് വ്യക്തമല്ല. സത്യേട്ടാ, എന്തോ കാരണത്തിന് അജയ് അഞ്ജനെ തല്ലി. അതൊരു കാരണമാക്കി എടുക്കണോ? ഭാര്യയാവാൻ പോകുന്ന പെണ്ണല്ലേ, തല്ലുകൊണ്ട് പഠിക്കട്ടെ. നിന്നെ എത്ര പ്രാവശ്യം തല്ലിയിട്ടുണ്ട്? ഹാ, എന്നെ തല്ലിയല്ലേ അവന്റെ അവസാനത്തെ തല്ലായിരിക്കും. സത്യ, ഭവാനിയെ അഞ്ജനെ സംരക്ഷിക്കാനുള്ള തീരുമാനം ഞാൻ എടുത്തു. അഞ്ജനയുടെ വിവാഹം, നീ അവരുടെ ശത്രുവാണെന്നൊക്കെ എനിക്കറിയാം മോനെ. എല്ലാത്തിനും ഉള്ള പരിഹാരം ഇപ്പോഴും നമ്മൾ തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുക. അവരന്വേഷിച്ച് കണ്ടുപിടിക്കാമേ. ഓ, വന്നല്ലോ പോലീസ് ഓഫീസർ. എന്റെ മരുമോളും പേരക്കുട്ടി വീട് വിട്ടു പോയി. അല്ല, അത് ഓഫീസർക്ക് അറിയാവല്ലോ അല്ലേ? അവരെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ സാറേ? അത് അന്വേഷിച്ചോണ്ടിരിക്കണം മുത്തശ്ശി. എത്ര ദിവസം എടുക്കും ഒന്ന് കണ്ടുപിടിച്ച് അവരെ ഇങ്ങ് കൊണ്ടുവരാൻ? ഞാൻ മരിക്കുന്നതിന് മുമ്പെങ്കിലും നടക്കുവോടാ കുഞ്ഞേ? അമ്മേ, എന്താ, നിനക്ക് വേദനിച്ചു അല്ലേ? ആ, നല്ലതാ. എല്ലാവരും പരസ്പരം ഒന്ന് വേദനിക്കുന്നത് നല്ലതാ. അജയ്, അമ്മായി അഞ്ജനെ പോയതില് നീ എന്ത് ചെയ്തുന്നാ? സത്യത്തിൽ നീ ആരുടെ പക്ഷത്താ? അത് നിന്റെ പക്ഷത്ത്. എന്റെ കൂടപ്പിറപ്പല്ലേ. മുത്തശ്ശി അല്പം ഓവറ. എല്ലാം നിന്റെ തലയിൽ വെക്കുക. അത് ഞാൻ സമ്മതിക്കില്ല. മുത്തശ്ശി നമ്മളെ എന്തുമാത്രം സ്നേഹിച്ചു. ഒരുപക്ഷെ അമ്മയെക്കാളും നമ്മളെ സ്നേഹിച്ചു. അപ്പോ ശകാരിക്കാനുള്ള അവകാശമുണ്ട്. അതിന് നീ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഉണ്ടല്ലോ. അഞ്ജനെ തല്ലി, അത് പാടില്ലായിരുന്നു. അതുപോലെ കഴിഞ്ഞ ദിവസം ഭൂമിയെ സ്റ്റേഷനിൽ പിടിച്ച് പുറത്താക്കി. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഞാൻ വയലൻ്റായി പോകുന്നുണ്ട്. അപ്പോൾ സംഭവിച്ചു പോകുന്നു അതൊക്കെ. ഈ ഭൂമി എന്ന പെണ്ണിനെ ഇഷ്ടമാണോ? അപ്പോ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണങ്ങളൊന്നും അവക്കില്ല. സുന്ദരിയാ മനസ്സ്. ആ, അപ്പോ എന്നെ പോലെ. ഏതാണ്ട് ഒന്ന് മൊയിലും മറ്റേത് ഓന്തും. ആരാ ഓന്ത്? അത് പറയാതെ തന്നെ നിനക്കറിയാലോ.
അയ്യോ. ഡി, ഈ ചവറൊക്കെ എന്തിനു വെച്ചിരിക്കുക? നിനക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ? അമ്മ, ശരി, ഞാൻ ചെയ്തോളാം. നീയേ ആ ബാക്കി തുണിയൊക്കെ കഴുകിയെടുപ്പോ. എനിക്കൊന്നും പറ്റില്ല. എന്നാ എന്റെ ഫോൺ എടുത്ത് പണിക്കാരനെ വിളിക്ക്. ഏതാ നമ്പർ? നമ്പര് ഉണ്ടോന്നറിയത്തില്ല. നമ്പർ ഇല്ലാത്ത ആളാരാ? നിന്റെ അച്ഛൻ. പോയി തുണി കഴുകടി. നിക്കവിടെ. ഇവിടുന്ന്. പോ. അമ്മയ്ക്ക് ഇപ്പോഴും അഞ്ജന സെന്റിമെന്റ്സാ. എനിക്കും ഇപ്പൊ അവളുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് വലുതാ. ഞാൻ അന്വേഷിക്കുന്നുണ്ട് അമ്മാവ. എടാ, ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്. ഭവാനിയുടെ ക്യാരക്ടർ നമ്മൾ കരുതുന്നതിനേക്കാളൊക്കെ അപ്പുറത്താണ്. അവള് കാര്യങ്ങൾ ഏത് വഴിക്ക് ചിന്തിക്കുമെന്ന് അറിയില്ല. എല്ലാം വന്നു ഭവിക്കുന്നത് എന്റെ പേരില്ല. അവൾക്ക് അവളുടേതായ കാരണങ്ങളുണ്ടാവും. പക്ഷേ എല്ലാം വൺ സൈഡാണ്. അവളുടെ ഭാഗം മാത്രം. തിരിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്കറിയാവുന്ന കാര്യമൊക്കെ തന്നെയാ ഞാൻ ഈ റിപ്പീറ്റ് ചെയ്യുന്നേ. ഇതിന്റെ ഒഫീഷ്യൽ വീടാണ്. ഇവിടെ നിൽക്കുന്ന കണ്ടാ പോലും അത് അപകടമാണ്. പ്ലീസ് ഉപേക്ഷിക്കല്ലേ ഏട്ടാ. ആത്മഹത്യയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. എനിക്കല്പം സാവകാശം വേണമായിരുന്നു. അവനെ രക്ഷിക്കാൻ കഴിയുമെന്ന് ഉറപ്പായപ്പോഴാ ഞാൻ അവനെ കാണാൻ വേണ്ടി പുറപ്പെട്ടത്. എന്നോടുള്ള ഭവാനിയുടെ പ്രതികാരം അവസാനിക്കില്ല. നാളെ പുതിയ കഥകൾ വരാം. ഞാൻ അവരെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മാവ. അന്വേഷണം ഞാൻ സ്പീഡപ്പ് ആക്കിക്കോളാം. ശരി. ഹലോ, ആ മിസ്സിംഗ് കേസ് ഭവാനി അഞ്ജന എന്തെങ്കിലും സൂചന കിട്ടിയോ? ഇല്ല സാർ. അന്വേഷണം ഒന്ന് വേഗത്തിലാക്കണം. 2 കോൺസ്റ്റബിൾസിനെ കൂട്ടിക്കോ. ശരി സാർ. അമ്മ, ഈ കഞ്ഞി കഴിച്ച് ഞാൻ മടുത്തു. ഇന്ന് ഏതെങ്കിലും ഉണ്ടല്ലോ, നാളെ ഇതും ഉണ്ടാവണമെന്നില്ല. അമ്മ, ഇതൊന്നും എനിക്ക് വയറിന് പിടിക്കുന്നില്ല. എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം. നീയേ സൗഭാഗ്യവൃത്ത രാജകുമാരിയൊന്നുമല്ല. എന്തിന്, തോഴി പോലും അല്ല. എന്തിനായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്? എരന്ന് തിന്നുന്നതിനേക്കാളും അഭിമാനം ജോലി ചെയ്ത് ജീവിക്കുന്നത്. ഇതുവരെ ആരെങ്കിലും അന്വേഷിച്ചോ? ബാധ്യത ഒഴിഞ്ഞു എന്ന് കരുതും.
നിന്റെ വലിച്ചനാ പ്രധാന ആണി. അമ്മേ, ഇങ്ങനെ നമ്മൾ ഒളിവിൽ കഴിഞ്ഞ അജയ് ഭൂമിയെ കെട്ടും. ഭൂമി അജയ് കെട്ടോ മാത്രമല്ല, നിന്നെ എന്നെ കൊല്ലുകൂടി ചെയ്യും. അതെന്തിന്? അതൊന്നും നീ പറയണ്ട. സർ, ഞാൻ അഡ്വക്കേറ്റ് ആൽഫ്രഡ്. വെൽക്കം. ഇരിക്കൂ. ഇരിക്കൂ. സർ, ഇത് ഭൂമിജ, കൊല ചെയ്യപ്പെട്ട അച്യുതന്റെ മകളാ. ഓ, ഐ സീ. ഞാനാണ് കേസ് ഫയൽ ഇവിടെ എത്തിച്ചത്. ഞാനിത് പഠിക്കുകയായിരുന്നു. ഐ ആം ഗോയിങ് ത്രൂ ദ എൻറ്റയർ കേസ് ഫയൽ. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ദിസ് ഈസ് നോട്ട് ആൻ ഓർഡിനറി മർഡർ കേസ്. ഇതൊരു സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് കേസാണ്. പ്രോസിക്യൂഷൻ വളരെ ശക്തമായ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ആണ് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കിയിട്ടുള്ളത്. മർഡർ വെപ്പൺ നിങ്ങളുടെ വീട്ടിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അതിലെ ഫിംഗർ പ്രിന്റ് അംബികയുടേതാണ്. ദാറ്റ് മീൻസ് യുവർ മദർ. മർഡർ വെപ്പൺ നിങ്ങളുടെ വീട്ടിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അതിലെ ഫിംഗർ പ്രിന്റ് അംബികയുടേതാണ്. ദാറ്റ് മീൻസ് യുവർ മദർ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുഴുവൻ പ്രോസിക്യൂഷൻ അനുകൂലമാണ്. സർ, അച്ഛൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. എന്റെ അച്ഛൻ ഒരിക്കലും മദ്യപിക്കുന്ന ആളല്ല. എങ്കിൽ നമുക്ക് റീ പോസ്റ്റ്മോർട്ടത്തിന്റെ അനുമതി നേടാം. ചിലപ്പോൾ ആരെങ്കിലും കാശറിഞ്ഞ് വീഴ്ത്തിയിട്ടുണ്ടാകാം. ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ഈ കേസ് സാധാരണ രീതിയിൽ വാദിച്ച് ജയിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്റെ അമ്മയെ രക്ഷിക്കാൻ കഴിയില്ല സർ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. എവരി കേസ് ഹാസ് എ ലൂപ്പ് ഹോൾ. ആ ലൂപ്പ് ഹോൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു ക്രിമിനൽ ലോയറുടെ ആദ്യത്തെ ചുമതല. ഈ കേസ് ഞാൻ ഏറ്റെടുത്താൽ മുഴുവൻ പോലീസ് അന്വേഷണവും ഓപ്പൺ ചെയ്യേണ്ടി വരും. ആവശ്യമെങ്കിൽ ഇൻഡിപെൻഡന്റ് ഫോറൻസിക് എക്സ്പെർട്സിനെ കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. ഓരോ സാക്ഷികളെയും ക്രോസ് എക്സാമിനേഷൻ വഴി വീണ്ടും പരിശോധിക്കും. ഐ മീൻ, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെരി വെൽ. സർ, സാറിന്റെ പ്രൊഫഷണൽ ഫീ ഓൺലി 35 lakhs. അതുകൂടാതെ ഡൽഹിയിൽ നിന്ന് ഓരോ ഹിയറിങ്ങിനും വരണം. അതിന് ടു ആൻഡ് ഫ്രോ ഫ്ലൈറ്റ് ചാർജ്, 5 സ്റ്റാർ അക്കോമഡേഷൻ, ജൂനിയർ അഡ്വക്കേറ്റ് ഫീ, റിസർച്ച് ടീം, പിന്നെ ഫോറൻസിക് ടീം വേറെ. ഇതിൻ്റെ ഫീസ് എല്ലാം നിങ്ങൾ വഹിക്കേണ്ടി വരും. യു ആർ പേയിങ് ഫോർ മൈ എക്സ്പീരിയൻസ്. ഇതെല്ലാം അറേഞ്ച് ചെയ്താല് ഈ കേസ് ജയിക്കുന്നുള്ളതിന് ഓഫ് കോഴ്സ്, ബട്ട് ഓൺലി 90%. ആലോചിച്ചിട്ട് തീരുമാനിക്കൂ. ഞാനിനി നെക്സ്റ്റ് ഫ്രൈഡേയിൽ ഇവിടെ വരും. ശരി സാർ. ഓക്കെ.
ഞങ്ങൾ വരാം. പക്ഷേ ഒരു ഉറപ്പ് വേണം. അജയ് എന്നെ കെട്ടുമെന്നൊരു ഉറപ്പ്. നിങ്ങളല്ല ഉറപ്പ് തരേണ്ടത്, അജയ്. അവൻ ഇവിടെ വന്ന് പറയണം. എന്നിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോണം. ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതിനകത്ത് അച്ഛന്റെ ഓർമ്മകളാ.